നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ചെറിയൊരു ഭാഗമാണ് ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ. ഹീറ്റ് ഇക്വേഷൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പക്ഷെ അത് എങ്ങനെ ഡിറൈവ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഹീറ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് അത് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു ലെങ്ത് ഉള്ളൊരു റോഡ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ റോഡിലൂടെ നമ്മൾ ജസ്റ്റ് ഈ രണ്ട് സൈഡും എന്ത് ചെയ്യുന്നു, ഇൻസുലേറ്റ് ചെയ്യുന്നു. ഈ റോഡിൻ്റെ രണ്ട് സൈഡും ഇൻസുലേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഈ രണ്ട് സൈഡും എന്താണ്, ഇൻസുലേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ ഇവിടുന്ന് ഈ ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ഹീറ്റ് കൊടുക്കുന്നു വിചാരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും, ഇവിടുന്ന് ഹീറ്റ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഡയറക്ഷനിൽ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ല. അപ്പോൾ ഇങ്ങനെ ഈ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് 0 എന്ന് പറയുന്നൊരു പൊസിഷനാണെന്ന് വിചാരിക്കാം. ഈ പറഞ്ഞിരിക്കുന്ന ഇനീഷ്യൽ പൊസിഷന് നമ്മളൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എക്സ് ഡിസ്റ്റൻസിൽ നമ്മളിങ്ങനെ ചൂടായിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ ഒരു പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ എക്സ് ഡിസ്റ്റൻസിൽ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം ടി എടുക്കുന്ന വിചാരിക്കാം. അപ്പോൾ ആ ടി ടൈമിൽ ഈ ഹീറ്റ് ഇങ്ങനെ ഈ സംഭവം ഈ റോഡ് ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ഈ സ്ഥലത്തുള്ള അല്ലെങ്കിൽ ഈ ഒരു റീജിയനിലുള്ള ഈ ഭാഗത്തുള്ള ഈ ഒരു പൊസിഷനിലുള്ള ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എത്രയാണ് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഇതിൻ്റെ സൊല്യൂഷൻ, അതായത് യു ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എക്സ് ഡിസ്റ്റൻസിൽ ടി ടൈമിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചറാണ് യു ഓഫ് എക്സ് ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ യു ഓഫ് എക്സ് ടി ഏത് രീതിയിലാണ് നമ്മൾ ഈ റോഡിൽ ഡിസ്റ്റൻസും ടൈമും മാറുന്നതിനനുസരിച്ചിട്ട് മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളെ ഹീറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യു മാറുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സും ടിയും ടെമ്പറേച്ചറും ടൈമും നമ്മുടെ എക്സ് എന്ന് പറയുന്ന വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് ഏത് രീതിയിലാണ് നമ്മുടെ ടെമ്പറേച്ചർ, ആ എക്സ് ഡിസ്റ്റൻസിലുള്ള പാർട്ടിക്കിളിന് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഏത് രീതിയിലാണ് വേരി ചെയ്യുന്നത് എന്നുള്ളത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ആ ചേഞ്ച് കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണത് ഹീറ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അത് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ലെങ്ത് ഉള്ള ഒരു റോഡ് എടുക്കുന്നു. എൽ ലെങ്ത് ഉള്ള ഒരു റോഡാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും ഇതിന് മുന്നേ നിങ്ങൾക്ക് അറിയുന്നതാണ്, ഒരു ഹീറ്റ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ ടോട്ടൽ ഹീറ്റ് ഫ്ലോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്, mct ആണല്ലോ. ഇതിൽ സി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് ആണ്, മാസ് എന്ന് പറഞ്ഞാൽ എം എന്ന് പറഞ്ഞാൽ മാസാണ്, ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഈ എം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. ഡെൻസിറ്റി അറിയാമെങ്കിൽ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, മാസ് ബൈ വോളിയം ആണ് ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാസ് എന്ന് പറയുന്നത് എന്താവും, ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കണം. ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത് ജനറലായിട്ട് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്, mct എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ ഫിസിക്സിലോ പല സ്ഥലത്തായിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ mct എന്ന് പറയുന്ന ഇക്വേഷനിൽ എം എന്ന് പറഞ്ഞാൽ മാസാണ്, സി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. എന്ന് വെച്ചാൽ എന്താ, ആ പാർട്ടിക്കിളിൻ്റെ 1 കിലോഗ്രാം പാർട്ടിക്കിളിൻ്റെ ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമുള്ള ഹീറ്റിൻ്റെ കപ്പാസിറ്റി, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ തിയറിയും കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ല, ഈ പറഞ്ഞ ഇക്വേഷൻ മാത്രമേ നമുക്ക് വേണ്ടൂ. mct എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. ഇതിൽ എം എന്ന് പറയുന്നതിന് നമ്മൾ ഡെൻസിറ്റി അറിയാമെങ്കിൽ, ഡെൻസിറ്റിയും വോളിയം അറിയാമെങ്കിൽ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് റോ ആണ് m/v. അപ്പം m = റോ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇക്വേഷൻസ് ഇതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. അപ്പോൾ നമുക്കെന്നാൽ പിന്നെ ജസ്റ്റ് ഇതിലേക്ക് പോകാം. കൺസിഡർ ദ ഫ്ലോ ഓഫ് ഹീറ്റ് ഇൻ എ യൂണിഫോം റോഡ്. എൽ ലെങ്ത് ഉള്ള ഒരു റോഡ് ഞാൻ കൺസിഡർ ചെയ്യുന്നു, അതിൽ ഹീറ്റ് എടുക്കുകയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഹീറ്റിൽ നമ്മുടെ അസംഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. എക്സാമിന് ചോദിക്കും. അതിൽ ഫസ്റ്റത്തെ കേസാണ് സൈഡ്സ് ഓഫ് റോഡ്സ് ആർ ഇൻസുലേറ്റഡ്. ആ റോഡിൻ്റെ, നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ റോഡിൻ്റെ രണ്ട് സൈഡും എന്താണ്, ഇൻസുലേറ്റഡ് ആണ്. ഇതാണ് നമ്മുടെ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോഡിൻ്റെ രണ്ട് സൈഡും എന്താണ്, ഇൻസുലേറ്റഡ് ആണെന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക. അതാണ് ഒന്നാമത്തെ അസംഷൻ. രണ്ടാമത്തത്, ഈ പറഞ്ഞിരിക്കുന്ന ചൂടാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന റേഡിയേഷൻ മൂലം അല്ലെങ്കിൽ കണ്ടക്ഷൻ മൂലം ഉണ്ടാകുന്ന ഹീറ്റിൻ്റെ ലോസ് വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കുക. അതായത് ഇത് ചൂടാക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇതിലെല്ലാ ചൂടും ഇവിടെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ എന്താവാം, ലോസ് ഉണ്ടാവാം. പക്ഷെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയുള്ള സിസ്റ്റമാണ്, ലോസ് വളരെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ലാത്ത രീതിയിലുള്ള ലോസ് ആണ് ഉണ്ടാവുന്നതെന്ന് കൂടി മനസ്സിലാക്കാം. ഈ രണ്ട് അസംഷൻസ് ആണ് നമ്മൾ ഈ കേസിൽ ആലോചിക്കുന്നത്. നമ്മളെ വേവിൻ്റെ കേസിൽ നമ്മളിതുപോലെ
ഒരു 3-4 അസംഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ആണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതവിടെ നമ്മൾ പഠിക്കുന്നത്. ഹീറ്റിൻ്റെ കേസിൽ റോഡിൻ്റെ പ്രത്യേകത 2 കാര്യങ്ങളാണ്. 2 സൈഡ് ഇൻസുലേറ്റഡ് ആയിരിക്കണം. പിന്നെ അത് മാത്രമല്ല കണ്ടക്ഷൻ വഴിയോ അല്ലെങ്കിൽ റേഡിയേഷൻ വഴിയുള്ള ഹീറ്റിൻ്റെ ലോസ് വളരെ നെഗ്ലിജിബിൾ ആണ്. ഈ 2 കാര്യങ്ങൾ ഓർമ്മിക്കാം. ദെൻ നമ്മൾ എടുക്കുകയാണ് നമ്മുടെ റോഡ്. തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നു, XY പ്ലെയിനിൽ ഈ രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ രീതിയിലാണ് ഞാൻ ജസ്റ്റ് പ്ലേസ് ചെയ്ത് വെക്കുന്നത്. അന്ന് ഓർമ്മിക്കുക, ഇതൊരു റോഡാണ്. ആ റോഡ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എക്സാക്സിൽ വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മളെ റോഡ്. ആ റോഡ് ഇങ്ങനെ ഒരു പെട്ടി പോലെ ആലോചിക്കുക. ആ റോഡ് നമ്മളിങ്ങനെ വെക്കുകയാണ്. ദെൻ ആ റോഡിൽ നമുക്ക് കിട്ടേണ്ടത് ഈ എക്സ് എന്ന് പറയുന്ന ഈ സ്ഥലത്തുള്ള ഹീറ്റ് എനർജി അല്ലെങ്കിൽ ഹീറ്റ് ഫ്ലോ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെറിവേഷനിലേക്ക് എത്തുന്നത്. അത് ആ എമൗണ്ട് ആണ് നമുക്ക് എന്തെന്ന് കിട്ടുക, നമ്മുടെ ഹീറ്റ് ഇക്വേഷന് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ PQ ലെങ്ത് ഉള്ള ഒരു PQ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഭാഗം, ആ റോഡിൻ്റെ ഒരു ചെറിയൊരു ഭാഗം PQ എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്നു. ഓഫ് ലെങ്ത് വളരെ ചെറിയൊരു ലെങ്ത് ഡെൽറ്റ എക്സ് ലെങ്ത് ഉള്ള ഒരു ചെറിയൊരു പോർഷൻ മാത്രം ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ചെറിയ പോർഷൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താ, ഇതിൻ്റെ ഈ ഭാഗത്തുള്ള ഏരിയ എത്രയാണോ ആ ഏരിയ ആണത് ക്യാപിറ്റൽ A ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ PQ എന്ന് പറയുന്നതിൻ്റെ ഡിസ്റ്റൻസ്, അപ്പോൾ എക്സ് ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് ആണെന്ന്, ആ റോഡിൻ്റെ ലെങ്ത് ആണ് എക്സ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പോയിന്റ്, എക്സ് ഡിസ്റ്റൻസ് അല്ല, ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസ്. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസ് ആയിരിക്കും അടുത്ത പോയിന്റ് ഉണ്ടാവുക. കാരണം P എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ Q എന്ന് പറയുന്നത് എന്തായേ പറ്റൂ, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയേ പറ്റൂ. കാരണം എന്താ, PQ എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് എത്രയാ, ഡെൽറ്റ എക്സ് ആണ്. എന്നാൽ മാത്രമല്ല Q എന്ന് P കുറക്കുന്ന സമയത്ത് നമുക്ക് ഡെൽറ്റ എക്സ് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ P എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് ആണെന്ന് അസ്യൂം ചെയ്യുക. Q എന്ന് പറയുന്ന പോയിന്റ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസിലാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് അതെന്താവും, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്. ദെൻ നമ്മൾ ആലോചിച്ച് നോക്കുക, എമൗണ്ട് ഓഫ് ഹീറ്റ് ഫ്ലോയിങ്. ഓക്കെ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന P എന്ന് പറയുന്ന ഈ ചെറിയൊരു സെക്ഷനിലൂടെ പോകുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത്, ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും ആലോചിച്ച് നോക്കാം. എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന കേസിലൂടെ പോകുന്ന സമയത്ത് അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുമല്ലോ. ചെറിയ ഇതാണ് റോഡെങ്കിൽ അതിലൂടെ പോകുന്ന ഹീറ്റ് എനർജീനെ കാട്ടിയും വലുതായിരിക്കും ഈ വലിയ ഒരു റോഡാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ P എന്ന് പറയുന്ന പോയിന്റിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് കൂടുന്നതിനനുസരിച്ചിട്ട് പിയുടെ വാല്യൂ എന്താവും, ഹീറ്റിന്റെ വാല്യൂ എന്താവും, കൂടും, ഹീറ്റ് ഫ്ലോ കൂടും. ഓക്കെ, ദെൻ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, അതിന്റെ കണ്ടക്ടിവിറ്റി, എത്രത്തോളം ഹീറ്റ് ആ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നുണ്ട്, കടത്തി വിടുന്നുണ്ട്, എത്രത്തോളം അതിനെ ചൂടാക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതും കൂടി ആലോചിച്ച് നോക്കാം. ഒരു ഇരുമ്പ് ചൂടാക്കുന്നതും ഒരു മരം ചൂടാക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ആലോചിക്കാം. ഇരുമ്പ് എന്താണ്, പെട്ടെന്ന് ചൂടാവും, ആ ചൂട് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ടിവിറ്റി കുറെ കൂടി അതിനെ ഇതാക്കി വിടുന്നുണ്ട്. പക്ഷെ മരം എന്ത് ചെയ്യുന്നില്ല, കുറെ ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, വളരെ ചെറിയ രീതിയിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മരം ചൂടാവുള്ളൂ. പക്ഷെ ഇരുമ്പ് വല്ലാണ്ടങ്ങ് ചൂടാവും. അപ്പോൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ മെറ്റീരിയൽ എത്രത്തോളം കണ്ടക്റ്റീവ് ആണ്, അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റിനെയും കൂടി എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. ദെൻ മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എത്രത്തോളം റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന P എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കണ്ടക്ടിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ എത്ര സമയം ഹീറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അതാണ് ഡെൽറ്റ T, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫാക്ടറിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ എത്ര റേറ്റിലാണ് ആ Pയിൽ കൂടി ഹീറ്റ് ഫ്ലോ ചെയ്യുന്നതെന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സപ്പോസ് ഇവിടെ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഇരുമ്പിൻ്റെ റോഡാണെന്ന് വിചാരിക്കാം. ആ റോഡ് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്നാണ് ചൂടാക്കുന്നത് വിചാരിക്കാം. സപ്പോസ് ഞാൻ എടുക്കുന്ന P എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണെങ്കിൽ, ഇതിൽ കൂടി അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിലുള്ള ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ടെമ്പറേച്ചർ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ആണ് ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ ടോട്ടൽ ആയിട്ട് എത്രത്തോളം ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, രണ്ടാമത് എത്ര സമയം ഹീറ്റ് നമ്മൾ ഇതിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് P എന്ന് പറയുന്ന പോയിന്റ് സപ്പോസ് ചൂടാക്കുന്നതിൻ്റെ തൊട്ടടുത്താണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ടൈമിനിടയിൽ 2 സെക്കൻഡിനിടയിൽ ഇവിടുന്ന് ചൂടാക്കുമ്പോൾ ഒരുപാട് ഹീറ്റ് പെട്ടെന്ന് എന്ത് ചെയ്യും, പാസ് ചെയ്യും.
ആണല്ലോ, വളരെ പെട്ടെന്ന് ഇതിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ടാവും, ഹീറ്റ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടാവും. സപ്പോസ് ഞാൻ എടുക്കുന്ന പി എന്ന് പറയുന്നത് കുറേ ഇങ്ങോട്ടാണെന്ന് വിചാരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹീറ്റ് ഇവിടുന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഹീറ്റ് ഫ്ലോ ചെയ്യുന്ന ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താവും, റേറ്റ് എന്താവും, കുറഞ്ഞു വരും അല്ലെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പി എന്ന് പറയുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ പി എന്ന് പറയുന്ന സെക്ഷനിൽ എത്ര ടെമ്പറേച്ചർ ഉണ്ട് അല്ലെങ്കിൽ എത്ര ഹീറ്റ് ഉണ്ട് എന്നുള്ളത് എന്തിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യും, എത്ര വേഗതയിലാണ് നമ്മളെ ഹീറ്റ് നമ്മളെ പിയിൽ കൂടി പാസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നാലാമത് ഒരു ഫാക്ടറിനെ കൂടി നമ്മൾ ഈ പി എന്ന് പറയുന്ന സെക്ഷനിലുള്ള ആ മെറ്റീരിയലിന്റെ ടെമ്പറേച്ചറിന് പി എന്ന് പറയുന്നത് ചൂടാക്കുന്ന സമയത്ത് പി എത്രത്തോളം, പി എന്ന് പറയുന്ന ഭാഗത്തുള്ള ഈ സംഭവം എത്രത്തോളം ചൂടാവുന്നു എന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ എന്തിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ചിട്ട് അതിൽ കൂടി പോകുന്ന ഹീറ്റിന്റെ ഇതിനും എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആ ഒരു ഫാക്ടറിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്, ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ്. അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റിൽ അല്ലെങ്കിൽ പി എന്ന് പറയുന്ന റോഡിന്റെ ആ ഭാഗത്തിൽ ആ സെക്ഷനിൽ നമുക്ക് എത്ര ഹീറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്, മൈനസ് കെ ഇൻറ്റു എ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഇൻറ്റു ഡെൽറ്റ ടി. എന്തുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ? നെഗറ്റീവ് സൈൻ വേറൊന്നുമല്ല, നമ്മൾ ഇതിലൂടെ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിലൂടെ ഉണ്ടാവുന്ന ഹീറ്റിന്റെ അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ആ പറഞ്ഞിരിക്കുന്ന ടെമ്പറേച്ചർ കുറയും. ഓക്കെ, ഇപ്പം പി എന്ന് പറയുന്നതിന്റെ തൊട്ടടുത്താണെങ്കിൽ പിക്ക് നല്ല ഹീറ്റ് ഉണ്ടാവും അല്ല നല്ല ടെമ്പറേച്ചർ ഉണ്ടാവും. ഇത് കുറെ ഇങ്ങോട്ടേക്കാണ് വരുന്നതെങ്കിൽ, ഇവിടെ നിന്നാണ് ഞാൻ ചൂടാക്കുന്നതെങ്കിൽ ഇവിടെയുള്ള പാർട്ടിക്കിളിന് ഉണ്ടാവുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ആ രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു നെഗറ്റീവ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ക്രോസ് സെക്ഷനിൽ എത്ര ഹീറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന മൈനസ് കെ എ ഇൻറ്റു ഡോ യു ബൈ ഡോ എസ് അറ്റ് എക്സ് ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, ദെൻ ഇതേപോലെ വേറൊരു പോയിന്റ് കൂടി ഉണ്ട്, എന്താ, പിന്റെ തൊട്ടടുത്തുള്ള പോയിന്റ് ഏതാ, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. അപ്പൊ ഇവിടെ വരുന്ന മാറ്റം എന്തായിരിക്കും, ഈ പറഞ്ഞിരിക്കുന്ന കണ്ടക്ടിവിറ്റി ഒരു മെറ്റീരിയലിന്റെ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അതുപോലെ എ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള എത്രയാണോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അത് തന്നെയായിരിക്കും എവിടെയും വരിക, ക്യൂവിലും വരിക. അപ്പൊ പിയിലുള്ള അതേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നെയാണ് ക്യൂവിലും ഉണ്ടാവുക. അപ്പൊ അതിലും മാറ്റമില്ല. ഡെൽറ്റ ടി എന്ന് പറയുന്നതോ ടൈമും സെയിം ആണ്. എത്ര സമയമാണോ ഈ പറഞ്ഞിരിക്കുന്ന പിയിൽ കൂടി ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത് അത്രയും സമയം എന്ത് ചെയ്യുന്നു, ഹീറ്റ് ഫ്ലോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെക്കൻഡ് ആണ് ഞാൻ ആ മെറ്റീരിയൽ ചൂടാക്കുന്നതെങ്കിൽ ആ 2 സെക്കൻഡിനുള്ളിൽ പിയിൽ കൂടിയും ക്യൂവിൽ കൂടിയും പോകുന്ന ഹീറ്റ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ടിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഡെൽറ്റ ടി അവിടെ എന്ത് തന്നെയാണ്, കോൺസ്റ്റന്റ് ആണ് ക്യൂവിന്റെ കേസിൽ. ഓക്കെ, പിയിൽ എത്രയാണോ ഉള്ളത് അത് തന്നെയാണ്. അപ്പൊ ആകെ വേരിയേഷൻ വരുന്നത് എന്ത് മാത്രം, ഈ പറഞ്ഞിരിക്കുന്ന എക്സ് പ്ലസ് ഡെൽറ്റ എക്സിൽ കൂടിയുള്ള ഹീറ്റ് എത്ര റേറ്റിലാണ് പോകുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്വാഭാവികമായിട്ടും പിന്റെ അപ്പർ ആണെങ്കിൽ ചൂടാക്കുന്നത് ഈ പിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും ക്യൂവിലേക്ക് എത്തുന്ന ചൂട് എത്രയായിരിക്കും, വളരെ ചെറുങ്ങനെ മാത്രം, വളരെ മെല്ലനെ മാത്രമേ എത്തുള്ളൂ. ഓക്കെ, ആ പറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. ഇവിടെ പി ആണെങ്കിൽ പിന്റെ അടുത്താണ് ചൂടാക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷെ ക്യൂവിലേക്ക് എത്തുമ്പം ആ റേറ്റ് എന്തായി, വളരെ കുറവായി. 2 സെക്കൻഡിനുള്ളിൽ എത്രയോ എമൗണ്ട് ആണ് ഇതിലൂടെ ഹീറ്റ് വരുന്നതെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്ക് അതെന്താവും, ആ 2 സെക്കൻഡിനുള്ളിൽ എന്ന് പറയുമ്പം ഇവിടെ ചൂടാവുന്നത് വളരെ കുറവായിരിക്കും. അത് അതിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സോ അപ്പം ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് എന്താ വരിക, മൈനസ് കെ എ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഡെൽറ്റ ടി. ദെൻ ഇനി ആലോചിക്കുക, പി എന്ന് പറയുന്ന പോയിന്റിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അത്രയും ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പിയിൽ കൂടി ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ക്യൂവിൽ കൂടി എത്ര ഹീറ്റ് പുറത്തു പോകുന്നുണ്ട്. ഓക്കെ, ക്യൂവിൽ കൂടി ഇതിലെത്തുന്ന സമയത്ത് ഇത്രയും എമൗണ്ട് ക്യൂവിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ പി ക്യൂ എന്ന് പറയുന്ന ഈ ഭാഗത്ത് റീറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയായിരിക്കും, അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യുന്ന ഹീറ്റിന്റെ എമൗണ്ട് എത്രയായിരിക്കും? പിയിൽ കൂടി മൈനസ് കെ ഇൻറ്റു എ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്ന എമൗണ്ട് പിയിൽ കൂടി പാസ് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു, ക്യൂവിലേക്ക് എത്തുന്ന സമയത്ത് ആ ഹീറ്റ് എത്രയായി, മൈനസ് കെ ഇൻറ്റു എ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ ടി. ഇത്രയും എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്യൂന്ന് പുറത്ത് പോകുന്നുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ ഈ വന്ന എമൗണ്ടും
പോയ എമൗണ്ട് നമുക്ക് അറിയുമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പി ക്യൂ എന്ന് പറയുന്ന എമൗണ്ട് ചൂടായതിനു ശേഷമുള്ള ബാക്കി ഹീറ്റുകൾ ഇപ്പുറം പോകുമല്ലോ അല്ലെ. അപ്പൊ ഇവിടെ തങ്ങുന്ന അല്ലെങ്കിൽ ഇവിടെ പി ക്യൂ എന്ന് പറയുന്ന മെറ്റീരിയലിൽ റീറ്റേൺ ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ഉണ്ടാവുക? ഈ പറഞ്ഞിരിക്കുന്ന പി എന്ന് പറഞ്ഞ ഹീറ്റിന്ന് ക്യൂ എന്ന് പറയുന്ന ക്യൂയിലൂടെ ഫ്ലോ ചെയ്യുന്ന ഹീറ്റ് കുറച്ചാൽ പോരെ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന പി ക്യൂ എന്ന് പറയുന്ന മെറ്റീരിയലിൽ അല്ലെങ്കിൽ പി ക്യൂ എന്ന് പറയുന്ന എലമെന്റിൽ ടി ടൈമിൽ ഡെൽറ്റ ടി ടൈമിൽ എത്രത്തോളം ഹീറ്റ് റീറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി പിയിൽ എത്ര ഹീറ്റ് വരുന്നുണ്ട് മൈനസ് എന്താണ് ക്യൂവിൽ കൂടി പുറത്തു പോയ ഹീറ്റ്. വരുന്നത് 10 എന്നുള്ള രീതിയിലാണ് ഹീറ്റ് വരുന്നതെങ്കിൽ പോകുന്നത് ജസ്റ്റ് 5 ആണെങ്കിൽ ബാക്കി 5 എവിടെ ഉണ്ട് എന്ന് അർത്ഥം. ഈ പറഞ്ഞിരിക്കുന്ന പി ക്യൂ എന്ന് പറയുന്ന മെറ്റീരിയൽ ചൂടാകാൻ വേണ്ടി ഉപയോഗിച്ചു എന്നല്ല അർത്ഥം. ഓക്കെ, അപ്പൊ പി ക്യൂല് റിട്ടേൺ ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 ആയിരിക്കും. അത് തന്നെ കൺസെപ്റ്റ്. ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ 1 നിന്ന് ഇക്വേഷൻ 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണെന്ത്? ആ പി ക്യൂ എന്ന് പറയുന്ന മെറ്റീരിയലിൽ റിട്ടേൺ ചെയ്യുന്ന ഹീറ്റ്. അത് എത്രയായിരിക്കും? കെ ഇൻറ്റു എ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഈ പറഞ്ഞിരിക്കുന്ന മൈനസ് ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നതെന്ന് കൺഫ്യൂഷൻ വേണ്ട. കാരണം എന്താ? ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 എന്ന് പറയുമ്പോൾ മൈനസ് കെ ഇൻറ്റു എ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഇൻറ്റു എന്ത് വരും? ഡെൽറ്റ ടി മൈനസ് ഓഫ് മൈനസ് എന്ത് വരുന്നുണ്ട്? കെ ഇൻറ്റു എ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് അറ്റ് ഏത് പോയിന്റ്? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ. നോക്കുക, നെഗറ്റീവ് നെഗറ്റീവ് എന്താവും? പോസിറ്റീവ് ആവും. അപ്പോൾ ഈ ഭാഗം പോസിറ്റീവും ഈ ഭാഗം എന്താവും? നെഗറ്റീവ് ആവും. അവിടുന്ന് കോമൺ ആയിട്ട് വരുന്ന ഫാക്ടറാണ് ഏതൊക്കെ? കെ ഇൻറ്റു എ എന്ന് പറയുന്നത് കോമൺ ആണ്. അതുപോലെ ഡെൽറ്റ ടിയും എന്ത് തന്നെയാണ്? കോമൺ ആണ്. സോ കെ ഇൻറ്റു എ കോമൺ ആയിട്ട് എടുത്തു, ഡെൽറ്റ ടിയും കോമൺ ആയിട്ട് എടുത്തു. ഓക്കെ, അത് വേണമെങ്കിൽ ഇപ്പം എടുത്താലും കുഴപ്പമൊന്നുമില്ല. കെ ഇൻറ്റു എ ഇൻറ്റു ഡെൽറ്റ ടി എന്നുള്ളത് ഒരു ഭാഗത്ത് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനത് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രം ആ രീതിയിൽ എടുത്തേ ഉള്ളൂ. ദെൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലായി. ഇനി ആലോചിക്കാം. ഇനി ഇത് നമ്മൾ ഇപ്പം കിട്ടിയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് അതല്ലാതെ ജനറൽ ആയിട്ട് ഒരു പി ക്യൂ എന്ന് പറയുന്ന ഒരു റോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ നമ്മളെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ അത്? എം സി ടി. ഓക്കെ, എത്രത്തോളം ഹീറ്റ് എനർജി എച്ച് ഇസ് ഈക്വൽ ടു എം സി ടി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. അപ്പോൾ ഇതിൽ എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്, സി എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്, ടി എന്ന് പറഞ്ഞാൽ എത്രയാ? ടൈം ആണ്. അപ്പോൾ ഇവിടെ മാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡെൻസിറ്റി നമുക്കറിയാമെങ്കിൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോളിയം ആണ്. അവിടെ എം എത്രയായിരിക്കും വരിക? എം ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു വി ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. അതാണെന്ത്? മാസ് വരിക. എം സപ്പോസ് എനിക്ക് അറിയാത്ത കേസാണ് ഞാനിവിടെ എടുക്കുന്നത്. ജനറൽ ആയിട്ട് നമുക്ക് വേണ്ടത് എം ഇല്ലാത്ത ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് നോക്കുക. ഈ പറഞ്ഞിരിക്കുന്ന എം സി ടി എന്ന് പറയുന്ന ഇക്വേഷനിൽ ഞാൻ എം ഇസ് ഈക്വൽ ടു റോ വി എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും ജനറൽ ആയിട്ടുള്ള ഇക്വേഷനിൽ വരിക നോക്കാം. ഓക്കെ, ഇഫ് റോ ഇസ് ദ ഡെൻസിറ്റി ഓഫ് ദി റോഡ് ആൻഡ് എസ് ഇസ് ദി എസ് ഓർ സി രണ്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. സാധാരണ നിങ്ങൾ എം സി ടി ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. തൽക്കാലം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന സ്പെസിഫിക് ഹീറ്റിന് എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് ദി എലമെന്റ് പി ക്യൂ ബൈ ഡെൽറ്റ യു. എന്താ? എത്രത്തോളം ഈ പറഞ്ഞിരിക്കുന്ന ഹീറ്റ് കൂട്ടാൻ പറ്റുന്നുണ്ട്. അതായത് കൂട്ടുന്നതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? പി ക്യൂ എന്ന് പറയുന്നതിൻ്റെ എന്തുണ്ടാവും? ടെമ്പറേച്ചറിൽ എന്തുണ്ടാവും? ചൂടാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പി ക്യൂ കൂടും. അത് എത്ര റേറ്റിലാണ് കൂടുന്നത്? ഡെൽറ്റ യു ആണ് അതിലുണ്ടാവുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇത് ചൂടാക്കുന്ന സമയത്ത് നമ്മളെ പി ക്യൂ എന്ന് പറയുന്ന മെറ്റീരിയലിന് ഉണ്ടാവുന്ന റൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൂടുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഡെൽറ്റ യു ആണ്. ദെൻ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒന്നിക്ക് ടൈമിന്റെ ബേസ് പറയാം, അല്ലെങ്കിൽ എത്രത്തോളം ഹീറ്റ് അതിൽ കൂടി എന്നുള്ള രീതിയിലേക്ക് വേണമെങ്കിൽ ആ ഇൻക്രീസിന്റെ ഫോമിലേക്കും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എം സി ടി എന്ന് പറയുന്ന ഇക്വേഷൻ, ഇത് നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ അവിടെ ആലോചിച്ച് നോക്കുക. എന്ത് വരും? റോ ഇൻറ്റു വി ഇൻറ്റു എസ് ഇൻറ്റു എത്രത്തോളം ടെമ്പറേച്ചർ റൈസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഡെൽറ്റ യു എന്ന് പറയുന്നതാണ് നമ്മൾ എന്തായിട്ട് വരിക? ഇത് നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന റോ ഇൻറ്റു വി, നമുക്ക് വി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? വോളിയാണ് അല്ല. ഇവിടെ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് എന്താ? ഒരു റെക്റ്റാങ്കുലർ റോഡാണ്. അപ്പോൾ റെക്റ്റാങ്കുലർ റോഡിന്റെ വോളിയം എന്ന് പറയുന്നത് പി ക്യൂ എന്ന് പറയുന്നതിന്റെ വോളിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. പി ക്യൂ എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താ?
ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്തുള്ളതാണെന്ത് നമ്മുടെ പി ക്യൂ എന്ന് പറയുന്നത് ആണല്ലോ അല്ലേ. അപ്പോൾ പി ക്യൂവിൻ്റെ ഇതെന്ന് പറയുന്നത് പി ക്യൂവിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് എക്സ് ആണ്. ഈ പോയിന്റ് എന്താ? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താ? ഈ പറഞ്ഞിരിക്കുന്നതല്ലേ, ഇപ്പം ഞാനിപ്പം കാണിക്കുന്നതാണെന്ത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ജസ്റ്റ് എന്തായാലും കണക്കാക്കാം, ഒരു റെക്ടാങ്കുലർ ബോക്സ് ആയിട്ട് കണക്കാക്കാം. റെക്ടാങ്കുലർ ബോക്സിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ? ഈ ഭാഗത്തുള്ള ഏരിയ ഇൻറ്റു അതിന്റെ ഹൈറ്റ്. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാ? ഡെൽറ്റ എക്സ്. സോ ഈ പറഞ്ഞിരിക്കുന്ന വി എന്ന് പറയുന്നത് എന്താവും? റോ ഇൻറ്റു എ ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു എസ്, സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു എത്ര? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അറ്റ് യു. ഇതാണ് ടോട്ടൽ ഹീറ്റ് എനർജി അറ്റ് ഏത് പോയിന്റ്? പി ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ റീറ്റെയിൻ ചെയ്യുന്ന ഹീറ്റ് ബൈ നമ്മളെ ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ പ്രകാരം. നേരത്തെ നമുക്ക് കിട്ടിയ എന്താ? മാത്തമാറ്റിക്കലി നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളിൽ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഇക്വേഷൻ ആണ് നേരത്തെ ഇക്വേഷൻ. ഇവിടെ അത് തിയററ്റിക്കലി, അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ. പക്ഷെ ഇത് തിയററ്റിക്കലായിട്ട് ഇത്രയും ഹീറ്റാണ് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക? ഉണ്ടാവുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത് തിയററ്റിക്കലി കിട്ടുന്ന ഈ റിസൾട്ടുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താ? 9.8 ആണ് ജനറൽ ആയിട്ട്. പക്ഷെ നമ്മളിപ്പം സിമ്പിൾ പെൻഡുലത്തിന്റെ ഒരു ഇതെടുത്ത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ജി കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും 9.8 കിട്ടണമെന്നുണ്ടോ? ഇല്ല. എന്താ കിട്ടുക? ചിലപ്പോൾ 9.76. പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ ഇതിന് നിയർലി ഈക്വൽ ആയിരിക്കണ്ടേ? ഈക്വൽ ആയിരിക്കണം. അപ്പൊ ആ ഈക്വൽ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഇത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മൾ പ്രാക്ടിക്കലി കണ്ടുപിടിച്ച വാല്യൂവും ഫിസിക്സിൽ തിയററ്റിക്കൽ ആയിട്ടുള്ള വാല്യൂവും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടും പി ക്യൂ എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള റീറ്റെയിൻ ചെയ്യുന്ന ഏരിയ ആണ്. അത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യുന്നു. ഇവിടെ ഇത് നമ്മൾ പ്രാക്ടിക്കലി കണ്ടുപിടിച്ചത്, ഇത് തിയററ്റിക്കൽ വാല്യൂ. ദെൻ അടുത്ത് നമ്മൾ ചെയ്യുന്നത് എന്താ? രണ്ട് സൈഡും ഓക്കെ, രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ ടി കൊണ്ട് ഡെൽറ്റ ടി കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ ടി കൊണ്ട് രണ്ട് സൈഡും ഞാൻ ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. ഓക്കെ, ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ ഡെൽറ്റ എക്സ് ആൻഡ് ഡെൽറ്റ ടി. രണ്ട് സൈഡും ഡെൽറ്റ എക്സ് കൊണ്ടും ഡെൽറ്റ ടി കൊണ്ടും ഡിവൈഡ് ചെയ്യുന്നു. മാത്രമല്ല അതിനുശേഷം ഞാനൊരു ലിമിറ്റിംഗ് കേസ് എടുക്കുകയാണ്. ആ ഡെൽറ്റ എക്സിനെ ഞാൻ എന്താക്കുന്നു? സീറോയിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മൾ അതിൻ്റെ കാരണം എന്താ? നമുക്ക് വേണ്ടത് എന്താ? ഈ പറഞ്ഞ പി ക്യൂ എന്ന് പറയുന്ന ഏരിയയിലല്ല, ഈ പറഞ്ഞ പി എന്ന് പറയുന്ന സ്ഥലത്ത് എത്ര ഹീറ്റ് അല്ലെങ്കിൽ എത്ര ടെമ്പറേച്ചർ റേസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ടെമ്പറേച്ചറാണ് കിട്ടേണ്ടത്. അത് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ തൊട്ടടുത്ത് എന്ത് ചെയ്യുന്നു? ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസിൽ ഈ പറഞ്ഞിരിക്കുന്ന സംഭവം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഡെൽറ്റ എക്സിന് എന്ത് ചെയ്യണം? ടെൻസ് ടു 0 ആക്കണം. എന്നാൽ മാത്രമേ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് എങ്ങോട്ടേക്ക് വരുള്ളൂ? പിയിലേക്ക് വരുള്ളൂ. നമുക്ക് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടുമല്ലോ. ഓക്കെ, ക്യൂ എന്ന് പറയുന്ന പിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ പി ക്യൂ എന്ന് പറയുന്നത് എന്താവും? നേരോ ആയി വന്നിട്ട് ജസ്റ്റ് പി എന്ന് പറയുന്ന ഈ സെക്ഷൻ മാത്രം, ഈ ക്രോസ് സെക്ഷൻ മാത്രമായിട്ട് മാറും. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടെയുള്ള ഹീറ്റാണ്. ഓക്കെ, സോ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എടുക്കുന്നു. മാത്രമല്ല ഈ പറഞ്ഞിരിക്കുന്ന ചൂടാക്കുന്ന ടൈമിനെ ഞാൻ എന്ത് ചെയ്യുന്നു? കുറച്ച് കൊണ്ടുവരികയാണ്. എന്ന് വെച്ചാൽ 0ലേക്ക് എത്തിക്കുകയാണ്. 0ലേക്ക് എത്തിക്കാന്ന് ടൈം എന്താവും? 0 ആവുന്ന സമയത്ത് എത്രത്തോളം അത് ചൂടായി. ഇപ്പം ചൂടായിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ പി എന്ന് പറയുന്ന സ്ഥലം വീണ്ടും വീണ്ടും ചൂടായിക്കൊണ്ട് വെക്കും. ഓക്കെ, ഒരു പരിധിയിലാണ് ചൂടായിക്കൊണ്ട് വെക്കും. നമുക്ക് അതല്ലല്ലോ വേണ്ടേ? ഈ പറഞ്ഞിരിക്കുന്ന ഡെൽറ്റ ടീനെ ഞാൻ എന്ത് ചെയ്യണം? 0ലേക്ക് കൊണ്ടുവന്നാൽ മാത്രമാണ് എത്രത്തോളം പി എന്ന് പറയുന്ന സ്ഥലം ചൂടായിട്ടുണ്ട് എന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ അതിനുവേണ്ടി ഡെൽറ്റ ടി എന്ത് ചെയ്യാം? ടെൻസ് ടു 0 എടുക്കാം. അപ്പൊ എന്താ വരിക നോക്കാം. രണ്ട് സൈഡ് ഞാൻ ചെയ്തത് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. രണ്ട് സൈഡും ഇപ്പുറത്തും ഇപ്പുറത്തും. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക നോക്കാം. ശ്രദ്ധിക്കുക, കെ ഇൻറ്റു എ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ്. ഓക്കെ, ഡിവൈഡ് ബൈ എന്തുണ്ടാവും? ഡെൽറ്റ എക്സ്. ഇവിടെ എന്തുണ്ട്? ഒരു ഡെൽറ്റ ടി ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ഈ രണ്ട് ഡെൽറ്റ ടിയും ഡെൽറ്റ ടി എന്താവും? ക്യാൻസൽ ആവും. ഇപ്പുറം വരുമ്പോൾ എന്താവും? ദാറ്റ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എ ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ ടി. എന്താവും? ഇവിടെ ഡെൽറ്റ ടിയും ഡെൽറ്റ ടിയും ക്യാൻസലായി. ഇവിടെ എന്താ ക്യാൻസൽ ആവുക? ഡെൽറ്റ എക്സും ക്യാൻസൽ ആവുന്നു. ദെൻ രണ്ട് സൈഡും ഞാൻ എന്ത് ചെയ്യുന്നു? ഡെൽറ്റ
എക്സ് ടെൻസ് ടു 0, ഡെൽറ്റ ടി ടെൻസ് ടു 0 കൊടുക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഡെൽറ്റ ടി ടെൻസ് ടു 0. ഓക്കെ, പക്ഷെ ആലോചിച്ച് നോക്കുക, ഇവിടെ ഡെൽറ്റ ടി എന്ന് പറയുന്ന ഫാക്ടർ ഇല്ല. അപ്പം പിന്നെ ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് കൊടുക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് മാത്രം കൊടുത്താൽ മതി. ഇപ്പം എന്താ ലിമിറ്റ്, ഈ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തില്ല, ആർ എച്ച് എസിൽ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ ഫാക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, അപ്പം അതാണ് ഞാൻ ഇവിടെ ജസ്റ്റ് കാണിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഡെൽറ്റ ടിയും ക്യാൻസലായി, ഡെൽറ്റ എക്സും രണ്ട് സൈഡും എന്ത് ചെയ്യുന്നു? ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ ഈ ഫാക്ടർ മാത്രം നോക്കുക. ഈ കെ ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താ? കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് പുറത്തെടുക്കാം. അപ്പോൾ കെ ഇൻറ്റു എ ഇൻറ്റു ലിമിറ്റ് എന്തായി? ഞാൻ പറഞ്ഞു ഡെൽറ്റ ടി ടെൻസ് ടു 0 കൊടുക്കേണ്ട ആവശ്യമില്ല. ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 മാത്രം മതി. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 കെ ഇൻറ്റു എ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0ൻ്റെ ആവശ്യമില്ല. ഡെൽറ്റ ടി ടെൻസ് ടു 0 റോ ഇൻറ്റു എ എന്ന് പറയുന്നതൊക്കെ എന്താ? ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടറൊക്കെ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. പുറത്തെടുക്കുക. ഓക്കെ, ഇനി ഈ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആ ഫാക്ടർ മാത്രം ഞാൻ എടുക്കുകയാണ്. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. ഇതെന്താ സാധനം? ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലേ? ഏതാണ്? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്ന ഫസ്റ്റ് ഡെറിവേറ്റീവിലുള്ള എക്സിൻ്റെ ചേഞ്ച് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. എന്തിൻ്റെ ഡെഫിനിഷനാണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചതാണ്. ദെൻ അതുപോലെ ഇവിടെ ഡെൽറ്റ എന്ത് വരും? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ യു ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടി ആസ് ചേഞ്ച് ഇൻ ടി ടെൻസ് ടു 0. ഇതെന്താ ശരിക്കും? ഡോ യു ബൈ ഡോ ടി അല്ലേ? ഡോ യു ബൈ ഡോ ടിൻ്റെ മീനിങ് എന്താ? യുവിൽ ഉണ്ടാവുന്ന സ്മോൾ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഉണ്ടാവുന്ന സ്മോൾ ചേഞ്ച് ആസ് ടി ടെൻസ് ടു 0 എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വേറൊരു ഫോമാണ് നമ്മൾ എന്ത് ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ശരിക്കും എന്താണ്? ഡോ യു ബൈ ഡോ ടി ആണ്. ഓക്കെ, അപ്പോൾ അത് ആ വാല്യൂ ആണ് നമ്മൾ ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെ എഴുതി വെക്കാൻ പോകുന്നത്. ഇക്വേഷൻ ഡയറക്റ്റായിട്ട് കൊടുത്താൽ മതി, ഇത് വേണമെന്നില്ല. നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ പഠിക്കുക, അതിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ഈ പറഞ്ഞിരിക്കുന്ന ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് ആലോചിക്കുക. അതുപോലെ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഡോ യു ബൈ ഡോ ടി ആണ്. ആ ഇക്വേഷൻ അങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്യണം അറിയാത്തവരുണ്ടെങ്കിൽ. ദെൻ ആ വാല്യൂസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ആ വാല്യൂസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കെ ഇൻറ്റു ആലോചിച്ച് നോക്കുക, ഇവിടെ എന്തുണ്ട്? ഒരു എ എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? എ എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ രണ്ട് സൈഡും ഉണ്ടല്ലോ, അത് രണ്ടും എന്താവും? ക്യാൻസൽ ചെയ്യും. ഇപ്പം എന്തുകൊണ്ടാണ് ഞാൻ ഡെൻസിറ്റി ഈ പറഞ്ഞ വോളിയത്തിൻ്റെ ഫോമിലേക്ക് മാറ്റിയെന്ന് മനസ്സിലായോ? കാരണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെൻസിറ്റി അല്ല, ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടർ വോളിയത്തിൻ്റെ കേസായിട്ട് മാറ്റാനുള്ള കാരണം എം എന്ന് പറയുന്നത് വോളിയത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റാനുള്ള കാരണം എ എന്ന് പറയുന്ന ഫാക്ടറിന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ ഫോമിൽ തന്നുകൊണ്ട് അപ്പുറം ഇത് കട്ട് ചെയ്യാം. ഓക്കെ, ദെൻ അത് കട്ട് ചെയ്യുന്നതിന് ബാക്കി റിമൈനിങ് ആയിട്ട് വരുന്നത് കെ ഇൻറ്റു ഈ ഫാക്ടർ എന്താ? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. സോ കെ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ എന്താ വരിക? ഇവിടെ ആകെ റോ മാത്രമാണ്, റോയും ഉണ്ട് എസ്സും ഉണ്ട് അല്ലേ? സോറി, റോയും ഉണ്ട് എസ് എന്ന് പറഞ്ഞ ഫാക്ടറും ഉണ്ട് ഇൻറ്റു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്ന് നമുക്ക് എന്തായി ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ഡോ യു ബൈ ഡോ ടി എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ വന്നു. ഓക്കെ, ദെൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു റോഡിനെ സംബന്ധിച്ചിടത്തോളം കെ എന്ന് പറയുന്ന വാല്യൂ, റോ എന്ന് പറയുന്ന വാല്യൂ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഈ മൂന്ന് സാധനവും ഒരു മെറ്റീരിയലിന് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ. ഡെൻസിറ്റി, കണ്ടക്ടിവിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്. സോ ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിന് കെ ബൈ റോ എസ് എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിന് ഞാൻ എന്ത് വിളിച്ചു? വേറൊരു കോൺസ്റ്റൻ്റ് വാല്യൂ സി സ്ക്വയർ എന്ന് വിളിച്ചു. സി സ്ക്വയർ എന്ന് വിളിക്കാൻ കാരണം നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് സി എടുത്താൽ റൂട്ടിൻ്റെ ചില പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് ഇവിടെ മുൻകൂട്ടി എന്ത് ചെയ്യുന്നു, ആദ്യം ഇത് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ശരിക്കും അവർ എത്രയാണ് എടുത്തത്? സി തന്നെയാണ് എടുത്തത്. പക്ഷെ അത് റൂട്ട് വരുന്നതുകൊണ്ട് അവരത് ഒഴിവാക്കിയിട്ട് ഈ രീതിയിലൊക്കെ ആക്കി. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനാണ് വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ. ഇതിൽ സി സ്ക്വയറിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡിഫ്യൂസിറ്റി ഓഫ് ദി മെറ്റീരിയൽ. ഓക്കെ,
ഇത്രയാണുള്ളത്.